തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുറമെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും അരളിപ്പൂവ് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ നിവേദ്യം, അർച്ചന പുഷ്പങ്ങളിൽ നിന്ന് അരളിപ്പൂവ് സമ്പൂർണ്ണമായും ഒഴിവാക്കി. അരളിപ്പൂവ് ജീവന് ഭീഷണിയാണെന്ന നിലയിൽ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡുകളുടെ തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂരുമുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, ഇതൊരു പക്ഷേ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒഴിവാക്കൽ എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പറഞ്ഞത്. എങ്ങനെ വിലയിരുത്താം? നമുക്ക് എങ്ങനെയാണ് സാഹചര്യം? രീതിയിലുള്ള വിമർശനങ്ങളൊപ്പം തന്നെ അരളിപ്പൂവ് ഭക്ഷിച്ച് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലടക്കം മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അരളിപ്പൂവ് വിലക്കാനുള്ള തീരുമാനത്തിലേക്ക് വിവിധ ദേവസ്വം ബോർഡുകൾ എത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേർന്നത്. ഇതിലൊരു അന്തിമ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഭക്തരുടെ കൈകളിൽ നേരിട്ടെത്തുന്ന നിവേദ്യം, അർച്ചന എന്നീ ഇനങ്ങളിൽ നിന്ന് അരളിപ്പൂവ് സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അത് ഔദ്യോഗികമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുഷ്പാഭിഷേകത്തിൽ നിന്ന് അരളിപ്പൂവിനെ വിലക്കിയിട്ടില്ല എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ സമാന നിലയിൽ മറ്റു ദേവസ്വം ബോർഡുകളും ശരി, ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും നിവേദ്യത്തിനും അർച്ചന പ്രസാദത്തിലും അരളിപ്പൂവ് വേണ്ട തീരുമാനം തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾ എടുത്ത സാഹചര്യം. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.